അമ്മ ഇതിന്റെ ഇടയിൽ കൂടെ സെന്റി ട്രാക്ക് പിടിച്ചേ മോനെ ഹരിശ്ചന്ദ്രനാക്കാൻ നോക്കണ്ട. നേരത്തെ ചെയ്ത് കൂട്ടിയതിന്റെ ഒക്കെ ഫലമാണ് ഈ കോലം. പിന്നെ ഈ കോലത്തിന് എന്താ കുഴപ്പം? കുടിച്ചുണ്ടാക്കിയ കോലല്ലേ, സാരമില്ല. മതി, നിർത്തടി. നിന്റെ ആരെയും കൂസലില്ലാത്ത സംസാരം ഉണ്ടല്ലോ, നിർത്തിക്കോ. പിന്നെ നീ ജയിച്ചെന്ന് നീ വിചാരിക്കണ്ട. ജയിക്കാനേ ഈ മോഹൻ സമ്മതിക്കില്ല. ആരൊക്കെ നിന്റെ കൂടെ നിന്നാലും ജോലിന്നും പറഞ്ഞ് നീ വീടിന്റെ പടിക്ക് പുറത്തിറങ്ങില്ല. ഇത് തന്നെയല്ലേ എല്ലാരും ഏത് നേരം എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിക്ക്, ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാ. മോഹന, അമ്മ നിന്നെ പൂട്ടിയിട്ടിട്ടാ ഇവിടെ പരീക്ഷ എഴുതാൻ വിട്ടത്. അതിലമ്മയ്ക്ക് കുറ്റബോധമുണ്ട്. നീ എന്നോടൊന്ന് ക്ഷമിക്കുക. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നിനക്ക് വാക്ക് തരുക, ഇവളീ ജോലിക്ക് പോവില്ല. ഇവളീ ജോലിക്ക് പോയാ പിന്നെ നീ എന്നെ അമ്മന്ന് വിളിക്കണ്ട. അമ്മയോടും മോനോടും ഞാനൊരു കാര്യം പറയാം. നീ ഒരു അമ്മായിന്നോ അമ്മായിന്നോ എന്തുകൊണ്ടെങ്കിലും വിളിച്ചോ, അത് എൻ്റെ വിഷയമല്ല. എൻ്റെ മോളുടെ ദേഹത്തൊരു നിഴല് വീണ അമ്മയും മോനെയും ഈ വീട്ടിട്ട് പച്ചയ്ക്കാൻ കത്തിക്കും. താൻ അത്രക്കായോടോ? എന്നാ താൻ കത്തിക്കടോ, കത്തിക്ക്. തന്നെയും തന്റെ മോളെയും ചവിട്ടി പുറത്താക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല. മോനാ, നിന്റെ അമ്മയുടെ വായടപ്പിക്കാൻ, നിന്റെ കരണത്തിട്ട് പൊട്ടിക്കാൻ എനിക്കറിയാം. നീ ഒരു വായടച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. താൻ അവനെ ഭീഷണിപ്പെടുത്തുവാണോ? താൻ എന്റെ മുമ്പിലിട്ട് അവനെ തല്ലൂ? തല്ലി നോക്ക്. തല്ലടോ. എന്നാ താൻ കണ്ടോ തന്റെ മോളെ ഞാൻ എങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കാൻ പോകുന്നത്. നിന്നോട് ഞാൻ മര്യാദയുടെ ഭാഷ പറഞ്ഞാലേ നിന്റെ അമ്മോട് മിണ്ടായിരിക്കാൻ പറയാൻ. നീ എന്താടാ വിചാരിച്ചിരിക്കണേ? പെണ്ണിനെ കെട്ടിച്ചു വിട്ടാ പെണ്ണിന്റെ വീട്ടുകാർ മുഴുവനും നിങ്ങളുടെ അടിമകളാണെന്നോ? ആ കൂട്ടത്തിലേ ഈ ശിവദാസനെയും കുടുംബത്തെയും കൂട്ടണ്ട. എൻ്റെ മോക്കൊരു പ്രശ്നം വന്നാ ഞാൻ മുമ്പിലും കൂടാ.